ഹായ് ഫ്രണ്ട്സ്, റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ഞാൻ പരിചയപ്പെടാം. ഇവിടെ ഞാൻ കുറച്ച് ബ്രൂസ്ട്രോയുടെ പെൻസിൽസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഷെയ്ഡിങ്സിനായിട്ട്. ഓരോരോ ഗ്രേഡ് പെൻസിലാണ്. ഇത് 8B 10B, അതുപോലെ തന്നെ ഗ്ലാസ് മാർക്കർ, വൈറ്റ് ഗ്ലാസ് മാർക്കർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് HBയുടെ ബ്രൂസ്ട്രോയുടെ പെൻസിൽസാണ്. പിന്നെ ഞാനിവിടെ 3B പെൻസിൽ എടുക്കുന്നുണ്ട്. 3B പെൻസിൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ പെൻസിൽ, HB ലീഡ് അടങ്ങുന്ന മെക്കാനിക്കൽ പെൻസിൽസ്. പിന്നെ മോണോസീറോ ഇറേസർ, നമുക്ക് ഹൈലൈറ്റ്സ് ആയിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ജെൽ പെൻ, ഇതും ഹൈലൈറ്റ്സിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്ലെൻഡിങ് ആയിട്ട് മേക്കപ്പ് ബ്രഷ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡിങ് ചെയ്യാനായിട്ട് മേക്കപ്പ് ബ്രഷിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക് എറേസർ എന്ന് പറയും. അപ്പോൾ ഇത്രയും ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റിയലിസ്റ്റിക്കായി ഡ്രോയിങ് ചെയ്യാൻ. അപ്പോഴിത് നമ്മളെ മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഞാനിവിടെ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ ഇടാം എന്നൊരു ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാനിവിടെ കണ്ണിൻ്റെ ഷെയ്ഡിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പിരികത്തിൻ്റെ ഷെയ്ഡിങ്സിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ റെഫറൻസ് പിക്ക് നോക്കുക. ഏതൊക്കെ ഡയറക്ഷനാണോ ഓരോരോ മുടികൾ, ഓരോരോ രോമങ്ങൾ എങ്ങോട്ടൊക്കെയാണോ പോകുന്നത്, അത് നമ്മൾ നോക്കിയിട്ട് വളരെ സാവധാനത്തിൽ വേണം നമ്മളിവിടെ വരച്ചു കൊടുക്കാൻ. ഡയറക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഡയറക്ഷൻ നമ്മൾ പെൻസിൽ വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ HB വെച്ചിട്ട് ഞാൻ വരച്ചു. പിന്നെ ഞാൻ ഒന്നുകൂടി കട്ടി കൂട്ടാനായിട്ട് ഞാനിവിടെ സെയിം മെക്കാനിക്കൽ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഡയറക്ഷൻ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഞാൻ എങ്ങനെയാണ് വരക്കുന്നത് അതുപോലെ നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഗ്രേഡിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇപ്പോൾ 3B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ കുറച്ചുകൂടി ഡാർക്ക്നെസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഹെയർസിൻ്റെ എങ്ങനെയൊക്കെ ഡയറക്ഷൻ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് ഞങ്ങളിവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കുക, ഞാൻ എങ്ങനെയാണ് വരക്കുന്നത് അതുപോലെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. പതുക്കെ വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഡയറക്ഷനൊക്കെ നോക്കി പതുക്കെ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കി വരയ്ക്കുക. എങ്ങനെയാണോ ഓരോരോ മുടികൾ എങ്ങോട്ടൊക്കെയാണോ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. അതിനെ ഞാൻ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ 10B ഗ്രേഡുള്ള ബ്രൂസ്ട്രോയുടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ഡാർക്ക്നെസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ മുടിയുടെ ഡയറക്ഷൻ നോക്കിയിട്ട് ഇവിടെ വരച്ചെടുക്കുന്നു. ഇപ്പം നിങ്ങൾ എല്ലാ കൂട്ടുകാരും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എങ്ങനെയാണോ വരക്കുന്നത് ഡയറക്ഷൻ നോക്കി ഓരോരോ മുടി ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് റിയലിസ്റ്റിക്കായ ഡ്രോയിങ്ങിൻ്റെ ലുക്ക് കിട്ടും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക എങ്ങനെയൊക്കെയാണ് പോകുന്നത് ഓരോരോ രോമങ്ങൾ, അതുപോലെ നിങ്ങൾ വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ ഓരോരോ രോമങ്ങൾ ഞാൻ പതുക്കെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എവിടേക്കാണ് കട്ടി കുറവ്, ഡാർക്ക്നെസ് കുറവ്, അത് നമ്മൾ നോക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിടക്കാം. നമ്മളെ ഓരോ ഹെയർസും നമ്മൾ വരച്ചെടുക്കുന്നു. പിന്നെ ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കുകയാണ്. ചെറിയ രോമങ്ങളുണ്ടാവും അവിടെയൊക്കെ ആയിട്ട്, അത് അങ്ങനെ വരച്ചെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വൈറ്റ് ഗ്ലാസ് മാർക്കർ ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഹൈലൈറ്റ്സ് ലൈറ്റ് കൊടുക്കുകയാണ് ഹെയർസിൻ്റെ ഇടയിലൊക്കെ. അപ്പോഴതിന് കൂടുതൽ റിയാലിറ്റി കിട്ടുന്നതായിരിക്കും. ഞാൻ ഇനി അടുത്ത കണ്ണിലേക്ക് കിടക്കുകയാണ്. അടുത്ത കണ്ണിൻ്റെ ഉൾഭാഗം ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ച് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ച് നമ്മുടെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പതുക്കെ നമ്മൾ ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക, റെഫറൻസ് പിക്ക് നോക്കുക, എവിടെയൊക്കെയാണോ ഉള്ളത് അത് നോക്കിയിട്ട് കളർ ഗ്രേഡിങ്, അത് എത്ര ഡാർക്ക്നെസ് വേണം എത്ര ലൈറ്റ്നെസ് വേണം നിങ്ങൾ നോക്കുക. ശ്രദ്ധിച്ച് നോക്കിയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ ഹൈലൈറ്റ്സിനായിട്ട് മോണോസീറോ എറേസർ വെച്ചിട്ട് ഞാനിവിടെ ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഞാൻ എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. ആ കളർ ഗ്രേഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ലെയർ കൂടെ അപ്ലൈ ചെയ്യുകയാണ്. മെക്കാനിക്കൽ പെൻസിൽ HB ലീഡ് അടങ്ങുന്ന മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ സെക്കൻഡ് ലെയർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ ഹൈലൈറ്റ്സിനായി മോണോസീറോ ഉപയോഗിക്കുന്നു. പിന്നെ ഞാനിവിടെ ഡാർക്ക്നെസ് ആയിട്ട് ഞാനിവിടെ 10Bയുടെ പെൻസിൽസ് വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ കണ്ണിൻ്റെ ഉൾഭാഗത്തേക്ക് കിടക്കുകയാണ്. കണ്ണിൻ്റെ ഉൾഭാഗം ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇവിടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുത്തു. അതിനെ ഞാൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചു. അതിനുശേഷം ഞാനിവിടെ 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഡാർക്ക്നെസ് ഏരിയ ഞാൻ എവിടെയൊക്കെയാണോ ഉള്ളത് നോക്കിയിട്ട് ഞാനിവിടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലൈറ്റ്നെസ് ഏരിയ നമ്മളെപ്പോഴും ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് മാത്രം ഡാർക്ക്നെസ് ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. പതുക്കെ വേണം ഷെയ്ഡ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളെ പെൻസിൽസ് എപ്പോഴും ഷാർപ്നെസ് ഉള്ളതായി ആയിരിക്കാൻ നോക്കണം. പിന്നെ അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. ഈ ബ്ലെൻഡിങ് പ്രോസസ്സ് നമ്മൾ എപ്പോഴും ചെയ്യണം. എന്നാലേ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഡ്രോയിങ് ചെയ്യാൻ ഒരു നല്ലൊരു ഫിനിഷിംഗ് വർക്ക് കിട്ടൂ. അതുകൊണ്ട് തന്നെ ബ്ലെൻഡിങ് പ്രോസസ്സ് എപ്പോഴും ചെയ്യുക. പിന്നെ ഞാനിവിടെ ഹൈലൈറ്റ്സിനായിട്ട് മോണോസീറോ എറേസർ യൂസ് ചെയ്യുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഒരു തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം കാണുന്നതിൻ്റെ ലുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇവിടെ കണ്ണിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഡാർക്ക്നെസ് വാല്യൂ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ റെഫറൻസ് പിക്കിൽ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് ഹൈലൈറ്റ്സ് ഉള്ളത്, എവിടേക്കാണ് അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം നമ്മളെ കണ്ണിൻ്റെ ആ ഒരു കളർ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ണിൻ്റെ മുകൾ ഭാഗത്തെ പോളയാണ് ചെയ്യുന്നത്. കൺപോള നമുക്ക് ചെയ്യാം. അവിടെ നാം ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ സെയിം പ്രോസസ്സാണ് HBയുടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇവിടെ ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. കറക്റ്റായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് വളരെ സ്മൂത്തായിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. അധികം പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ബ്ലെൻഡിങ് ചെയ്യാൻ പാടില്ല. വളരെ സ്മൂത്തായിട്ട് മേക്കപ്പ് ബ്രഷ് ഉരച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടും. അതിനെ നമ്മൾ ഷെയ്ഡ് ഞാൻ സെക്കൻഡ് ലെയർ വീണ്ടും ഞാൻ ഇവിടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. അതിനെ ഞാൻ വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. നിങ്ങൾക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കളർ പെൻസിൽ ഡ്രോയിങ് വേണോ, അതുപോലെ തന്നെ വാട്ടർ കളർ ഡ്രോയിങ് വേണോ? കണ്ണിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡാർക്ക്നെസ് വാല്യൂസ് ഞാൻ കൊണ്ടുവരികയാണ്. 10Bയുടെ പെൻസിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്ക്നെസ് വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ കഴിഞ്ഞു. അതിനുശേഷം മാത്രം ഞാനിവിടെ 10Bയുടെ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ഡാർക്ക്നെസ് ഏരിയ കൊടുക്കുന്നു. പിന്നെ കണ്ണിൻ്റെ കുറച്ചുകൂടി കൺപോളയുടെ ഉള്ളിൽ കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡാർക്ക്നെസ് വാല്യൂ കുറച്ചുകൂടി ഞാൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് മേക്കപ്പ് ബ്രഷ് ഉപയോഗിക്കുന്നു. പിന്നെ മുകൾ വശത്ത് കുറച്ചുകൂടി ഡാർക്ക്നെസ് ഏരിയ ആയതുകൊണ്ട് ഞാനിവിടെ 3B പെൻസിൽ ഉപയോഗിച്ച് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ടതുണ്ട്.
ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് കണ്ണിൻ്റെ താഴ്ഭാഗത്തെ ഭാഗം ഞാനിവിടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. ഫസ്റ്റ് ലെയർ ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ സെയിം പ്രോസസ്സ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട്. പിന്നെ വീണ്ടും ഞാനിവിടെ ഷെയ്ഡിങ്ങിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് എത്ര വരെക്കും നമുക്ക് അതിൻ്റെ കളർ ഗ്രേഡിങ് കിട്ടുന്നില്ല അതുവരെക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ട് ഞാനിവിടെ ഹൈലൈറ്റ്സും കാര്യങ്ങളും ഞാനിവിടെ ചെയ്യുന്നു. ഞാനിപ്പോൾ പിരികത്തിൻ്റെ ഭാഗം കടന്നിരിക്കുകയാണ്. ഐബ്രോയുടെ ഭാഗത്ത് കിടക്കുകയാണ്. ഞാനിവിടെ ഓരോരോ രോമങ്ങൾ ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഹെയർസ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് ആ ഡയറക്ഷൻ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ സെക്കൻഡ് ലെയറായിട്ട് ഇവിടെ 3B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഒന്നുകൂടി ഹെയർസിനെ ഡാർക്ക്നെസ് ചെയ്യുന്നു. കറക്റ്റ് ഡയറക്ഷൻ നോക്കിയിട്ട് ഓരോരോ രോമങ്ങൾ വരച്ചെടുക്കുകയാണ് ഇവിടെ വേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്തു. അതിനുശേഷം നമ്മൾ മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബ്ലെൻഡിങ് പ്രോസസ്സാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്കിത് 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ്സ് ഡാർക്ക്നെസ് ഏരിയ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഡാർക്ക്നെസ് എങ്ങനെയൊക്കെയാണ് രോമങ്ങൾ പോകുന്നത് അതേ ഡയറക്ഷൻ നമ്മൾ വരച്ചെടുക്കുക. വരച്ചെടുത്തിന് നമ്മൾ ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ റിയലിസ്റ്റിക് ഡ്രോയിങ് ട്യൂട്ടോറിയൽ എല്ലാ കൂട്ടർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഡ്രോയിങ് ട്യൂട്ടോറിയലിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.